കണ്ടു വന്നതേ ഉള്ളൂ. ഒരു 2-2.25 മണിക്കൂറോളം പടമുണ്ട്. ഈ 2.25 മണിക്കൂറോളം നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ടൈം വെറുതെ പോകത്തില്ല. അത്ര കിട്ടലായിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറമാണ് പടം നമ്മളെ കൊണ്ടുപോകുന്നത്. ജിത്തു ജോസഫിൽ മെയിനായിട്ടും നമ്മൾ ലാലേട്ടൻ്റെ അഭിനയം നമുക്കറിയാം. പിന്നെ ജിത്തു ജോസഫിൻ്റെയും കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഒന്നെന്ന് പറയാത്ത ഏറ്റവും മെയിനായിട്ട് പറയുന്ന പടം തീർന്നും പറഞ്ഞാൽ ആരും ഇറങ്ങി ഓടാൻ പാടില്ല. ജസ്റ്റ് ഒരു മിനിറ്റും കൂടെ അവിടെ ഇരിക്കുക. അത് 1 മിനിറ്റ് മെയിനായിട്ട് അവിടെ ഇരിക്കണം കേട്ടോ. അതിനുശേഷം സാധാരണഗതിയിൽ ഇപ്പം പല പടങ്ങളും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള രീതിയിൽ ഹിറ്റ് വരാറില്ല. ഫസ്റ്റ് പടം നല്ല ഹിറ്റായിരിക്കും, സെക്കൻഡൊക്കെ വരുമ്പം ഒരു ആവറേജ് അങ്ങനെയൊക്കെ പോകത്തുള്ളായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഫസ്റ്റും ഒരു രക്ഷയിലായിരുന്നു, സെക്കൻഡും ഒരു രക്ഷയിലായിരുന്നു, അതിൻ്റെ തേർഡ് അപ്പം പുള്ളിയെ സമ്മതിക്കും കേട്ടോ. ഒരു രക്ഷയില്ലാതെ നമ്മളെ അവിടെ ഇരുത്തും പറഞ്ഞാൽ ചില സീനൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറയാം രോമാഞ്ചമായിരുന്നു. തിയേറ്ററിൽ പോയി കാണണം. ഒരു വട്ടം കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും, അതായത് ഒരു വട്ടം കാണാനേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല. ഒരു 2 വട്ടം കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് ഉണ്ട് പടം. അതായത് 2 വട്ടമൊക്കെ നൈസ് സിമ്പിളായിട്ട് 2 വട്ടമൊക്കെ പോയി 6 കൂടെ വേണമെങ്കിലും പോയി കാണാം. പഴയ ഒരു പുതിയ ചിലപ്പോൾ ഇനിയിപ്പോൾ പുതിയ റെക്കോർഡായിരിക്കും വരാൻ പോകുന്നത്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇറക്കി പുതിയ റെക്കോർഡ് ഇടാൻ പോയിരിക്കും. റെക്കോർഡ് പിന്നെ ലാലേട്ടന് പിന്നെ അത് വലിയ കാര്യമുള്ള കേസൊന്നുമില്ല. ആരെങ്കിലും വന്ന് ഒരു പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പടത്തിലെ 2 പടത്തിനുള്ളിൽ ആ റെക്കോർഡ് മറികടക്കും. അപ്പം അതും ഇപ്പോഴും സംഭവിക്കാൻ പോയാണ്. പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആവശ്യക്കുള്ളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം പറ്റുന്നതെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എൻജോയ് ചെയ്യുക, ഫാമിലിയായിട്ട് പോകാൻ